പ്രശോഭിതം ഈ ജീവിതം. ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം. ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. മരിയ ഈശോയെ രോഗി ശുശ്രൂഷയിലൂടെ പകർന്നു നൽകാൻ കൊതിച്ച് ആതുര ശുശ്രൂഷ രംഗം തിരഞ്ഞെടുത്ത് നഴ്സിംഗ് മേഖലയിലേക്ക് കടന്നു വന്നവൾ. എല്ലാവരെയും അംഗീകരിക്കാനും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും കൃത്യമായി അഭിമാനിക്കാനും സന്തോഷിക്കാനും മരിയ ശ്രമിച്ചിരുന്നു. എത്ര പ്രകോപനമുണ്ടായാലും ശാന്തതയോടെ നേരിടാനും ഏതു പ്രതിസന്ധിയെയും വെല്ലുവിളിയെയും പുഞ്ചിരിയോടെ നേരിടാനുമുള്ള ധൈര്യം ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മരിയ സ്വന്തമാക്കിയിരുന്നു. ഇന്ന് പ്രവാസി ലോകത്ത് അനേകർക്ക് വെളിച്ചമായി മരിയ ശുശ്രൂഷ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും മരിയയും അസ്വസ്ഥയാകാറുണ്ട്. ചില സമയങ്ങളിൽ ഹൃദയം നൊന്ത് കരയാറുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം തിരുകുടുംബത്തിൻ്റെ മുമ്പിൽ സർവവും ഇറക്കി വച്ച് അവൾ പ്രാർത്ഥിച്ചിരുന്നു. അവളുടെ കൊച്ചു ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. മനമലിയുന്നു ഈ നേരം
ഈശോയെ, ഞാൻ അങ്ങേ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈശോയെ. നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും മറ്റൊരു സൃഷ്ടിക്ക് കൈമാറാതെ സ്നേഹിച്ച കൊച്ചു ത്രേസ്യ പുണ്യവതിയെ പോലെ എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരിക്കലും സാധിക്കാറില്ലല്ലോ. എന്നെ അവിടുത്തെ സ്നേഹം ഒന്ന് പഠിപ്പിക്കുമോ? ഈശോയെ, പലപ്പോഴും പറ്റാറില്ല. ജോലി മേഖലയിലെ തിരക്കുകൾ കാരണം ഈശോയെ, നിന്നോടുള്ള സ്നേഹം എൻ്റെ രോഗികൾക്ക് പങ്കുവെച്ച് കൊടുക്കാറില്ല. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ, കളിയാക്കലുകൾ, കുത്തുവാക്കുകൾ, ജോലിയിലെ ഭാരം, അപ്പാ, നിന്നെ പൂർണ്ണമായി സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ. എങ്കിലും എൻ്റെ ഈശോയെ, ഈ പ്രവാസകാലത്ത് ഞാൻ തന്നെയാണെന്നുള്ള തോന്നലാണല്ലോ ഈശോയെ. ഈശോയെ, ഞാൻ തന്നെയല്ലല്ലോ. നീ എൻ്റെ കൂടെ ഇല്ലേ? നീ എന്നോടൊപ്പമില്ലേ? ഈശോയെ, എൻ്റെ ഉണ്ണി ഈശോയെ, ആരോടാണ് ഈശോയെ ഞാൻ എൻ്റെ പരാതികൾ പറയുക? എൻ്റെ നെഞ്ചിലെ വേദനകൾ ഈശോയെ ആരാണ് മനസ്സിലാക്കുക? ഈശോയെ, എൻ്റെ ഉണ്ണീശോയെ, നിന്റെ സ്നേഹത്തില് എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണേ. ഈശോ, നീ സ്നേഹിച്ചതുപോലെ തളരുന്ന അവസ്ഥയിൽ ഈശോയെ അങ്ങ് എനിക്ക് കൂട്ടായിരിക്കണമുണ്ട്. ഈശോയെ, തളർന്നു പോകാനായിട്ട് അവിടുന്ന് അനുവദിക്കരുത് ഈശോയെ. ഈശോയെ, ഞാൻ ആരോടാണ് ഈശോയെ ഇതെല്ലാം പറയുക? എൻ്റെ നെഞ്ചില് തീർന്ന വിഷമങ്ങള് ഈശോയെ നീ അല്ലാണ്ട് ആരാണ് മനസ്സിലാക്കുക? ഈശോ, എന്റെ പൊന്നീശോ, ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് എന്നെ താകടെ, എന്നെ തളർത്തി കളയരുതേ. എനിക്ക് കൈത്താങ്ങാകണേ ഈശോയെ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വചനങ്ങൾ. ആട്ടിടയന്മാർക്ക് ലഭിച്ച സന്ദേശം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരിക്കുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ
കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ ക്രിസ്മസ് നാളെ എളിയവനായി ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന എൻ്റെ ഉണ്ണീശോയെ, അവിടുത്തെ സമാധാനം എന്നിലും എൻ്റെ ചുറ്റുമുള്ളവരിലും നിറയട്ടെ. ആമേൻ. എന്തോ അടി റോസ് നീ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാനേ എല്ലാവരുടെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അല്ല, എന്ത് ഭംഗിയല്ലേ എല്ലാവരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണാനായിട്ട്. നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ പറ്റുമല്ലേ? നമുക്കൊരു സമയം വരൂടി. അതെ അതെ അതെ. ആ, എലിക്കുട്ടി വന്നല്ലോ പരിഭവം പരാതിയൊക്കെ ആയിട്ട്. ഇന്നെന്താണോ പ്രശ്നം? എലിസബത്തെ എന്ത് പറ്റിയടി? എന്താടി എന്ത് പറ്റി? നീ കാര്യം പറ. എന്ത് പറയാനാ മരിയ? ഹോസ്പിറ്റലിലെ ടെൻഷനും ഫ്രസ്ട്രേഷനും ഒന്ന് കുറയ്ക്കാനായിട്ട് വീട്ടിലോട്ടൊന്ന് വിളിക്കും. വീട്ടിൽ വിളിച്ചാലോ സാമ്പത്തിക പ്രശ്നങ്ങളും ബാങ്കിൽ അടയ്ക്കാനുള്ള ക്യാഷിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെയാണ് പറയുക. അപ്പോൾ എങ്ങനെയൊന്ന് സംസാരിക്കുക വീട്ടിലോട്ട്? അവർക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ നമ്മൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അവർക്ക് എന്താ നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്തത്? ഒന്ന് സുഖമാണെന്ന് ചോദിച്ചുകൂടെ? സാരമില്ല എലിസബത്തെ, അവർക്ക് നമ്മളല്ലേ ഉള്ളൊന്ന് പറയാനായിട്ട്. എൻ്റെ എലിസബത്തെ, ഇതൊക്കെ വലിയ കാര്യമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ജോലി ചെയ്യുക, നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ചുമ്മാ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നേരെ വിളിച്ചോണ്ട് എന്നിട്ട് ഒരു കാര്യമില്ല. എനിക്കെന്നറിയ തോന്നുന്നത് കേട്ടോ. എലിസബത്തെ, നിന്റെ മനസ്സ് ഒത്തിരി അസ്വസ്ഥമാണെന്നറിയാം. എങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നീ റോക്കറ്റ് വിക്ഷേപണത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? അത് മുകളിലോട്ട് കുതിച്ചുയരാൻ വേണ്ടിയിട്ട് അതിൻ്റെ വേസ്റ്റുകളെല്ലാം ഓരോ ഘട്ടത്തിലും അത് പുറന്തള്ളി വളരെ ഭാരം കുറഞ്ഞാണ് പോകുന്നത്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ മുമ്പോട്ട് പോകുന്തോറും പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കണം മനസ്സിൽ നിന്ന്. അതായത് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പുറന്തള്ളിക്കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യത്തിലും നമ്മളെ ഈശോ സഹായിക്കും. എൻ്റെ എലിസബത്തെ, നീ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. നീ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് തിരിച്ചു പോവാ. അല്ലേ? ഫ്രഷ് ആയിട്ട് വാ. എടാ, നീ ID കാർഡ് എടുത്തേ. റോസേ, ഒരു കണക്കിന് അവളെ പറഞ്ഞത് എത്ര ശരിയായല്ലേ? എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എൻ്റെ കുഞ്ഞുണ്ടായിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആയത്. എൻ്റെ ഇച്ചാൻ്റെ കൂടെയോ കുഞ്ഞിൻ്റെ കൂടെയോ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ എനിക്ക് പറ്റുന്നേ ഇല്ല. ചില സമയത്ത് ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാറുണ്ട്. അന്ന് ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ എന്തിനാ ഇത്ര വിഷമിക്കേണ്ട കാര്യം? പണ്ടത്തെ പോലെയല്ലോ ഇന്നത്തെ കാലത്തെ. ഇന്ന് നമുക്ക് വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കാനായിട്ട് എന്തെല്ലാം ഓപ്ഷൻസ് ഉള്ളത്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല എന്നാ, നീ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമല്ലേ നിന്റെ കണ്ണുനീര് കുതിർന്ന പ്രാർത്ഥനകൾ. നീ അത് അവോളം കൊടുക്കുന്നുണ്ടല്ലോ. നിന്റെ എല്ലാ സഹനത്തിനും ഈശോ പ്രതിഫലം നൽകൂ കേട്ടോ. അതെ, എനിക്കൊരു ഐഡിയ. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് നമുക്ക് നമ്മുടെ റൂമിലൊന്ന് ആഘോഷിച്ചാലോ? അത് നല്ല ഐഡിയ അല്ല എന്നാ? അല്ല റോസേ, നമുക്കൊരു കാര്യം ചെയ്യാം. അന്നേ ദിവസം ഓഫ് റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് എലിസബത്തിനോട് പറയാവേ. എന്നിട്ട് വേണം എനിക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ എൻ്റെ ഫോണിൽ. നാട്ടിലെ കരോളൊക്കെ എന്ത് രസമായിരുന്നല്ലേ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ഭയങ്കരമായി കൊതിയാവുന്നു. വളരെ മനോഹരമായിട്ടുണ്ടല്ലോ. നിങ്ങൾ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങിയല്ലേ? ഞാനിപ്പോൾ വരാവേ.
ഇപ്പൊ വരുമൊന്നും വേണ്ട കേട്ടോ. 4 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലേ ഇത് ഞങ്ങൾ ശരിയാക്കിക്കോണം. പോയി കിടന്ന് ഉറങ്ങിക്കോളും. അത് സാരില്ല, ഇന്ന് എനിക്ക് നൈറ്റ് ഓഫാ. ഇനി ഉണ്ടല്ലോ ഉറങ്ങാൻ സമയം. നമ്മുടെ ഈ ക്രിസ്മസ് ഏറ്റവും വിശുദ്ധമായിരിക്കണം. സ്വാർത്ഥതയില്ലാതെ, പരാതികളില്ലാതെ ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ആ സ്നേഹം പങ്കുവെച്ചു കൊടുക്കാനും പറ്റുന്നതായിരിക്കണം, അല്ലേ? ശരിയാ ശരിയാ. മരിയ വന്നല്ലോ. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സെൽഫി എടുത്താലോ? ബാ. ഹലോ മാഡം, അരിയുവാണോ കുറവാണോ? കുറയുമ്പോൾ അരിയുക. നടക്കട്ടെ. ഈ തവള കഴിഞ്ഞിട്ടോ വേറെ മതിയോ? എന്താ ഇതിൻ്റെ ഫുഡ് കഴിയാനാവോ? വിശക്കുമ്പോഴേക്കും ശരിയാക്കി തരാമേ. പുച്ഛം കടുകുമണി, പുച്ഛം കറി, പുച്ഛം കടുവറ കടുവറ കടുവറ. അല്ല, അത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ ഡയലോഗ്. ഉണ്ട്, അത് സിനിമ ഡയലോഗാണ്. എലിക്കുട്ടി, ഫുഡൊക്കെ എന്തായി? റെഡിയായോ? നിങ്ങൾ കഴിക്കാൻ പറ്റട്ടെ? സ്പെഷ്യൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. നോ വറീസ്. വയോ വയോ എല്ലാവരും ഫുഡ് കഴിച്ചാലോ? ഇത് മരിയയുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളാണല്ലോ. ഡ്യൂട്ടിക്ക് വിളിക്കുന്നതായിരിക്കും. പോകണ്ട കേട്ടോ. ഞാനൊന്ന് എടുത്തു പോകട്ടെ. ഹലോ. യെ സിസ്റ്റർ. സിസ്റ്റർ, എനി ചാൻസ്? സിസ്റ്റർ, ഓക്കെ 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 സിസ്റ്റർ. ഓക്കെ, ഐ വിൽ കം. എന്തായാലും മരിയ ഡ്യൂട്ടിക്ക് വിളിപ്പിച്ചോ? ഒരു സ്റ്റാഫ് സിക്കായിപ്പോയി. ഭയങ്കര തിരക്കാണ്. ഞാൻ ഇനി ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം കേട്ടോ. അയ്യോ, അതെങ്ങനെ ശരിയാവും? നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇന്ന് ഉറങ്ങുകയും കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അത് സാരില്ലടാ, കുഴപ്പമില്ല. ഞാൻ പോയിട്ട് ഓടി വരാം. ഈശോയെ, ഈ ആഘോഷങ്ങളെല്ലാം ആക്കി വെച്ചിട്ട് ഞാൻ ഒന്ന് ഡ്യൂട്ടിക്ക് പോവാ. ഈശോയെ, എനിക്ക് അപ്പടി ക്ഷീണമുണ്ട്. ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഈശോയെ. ഡ്യൂട്ടി തിരക്കായിരിക്കും ഈശോയെ. എങ്കിലും ഇതുപോലൊരു പാതിരാത്രിക്ക് തണുപ്പത്ത് ആരും അഭയം നൽകാതെ പുൽക്കൊട്ടിയിൽ നീ വന്ന് പിറന്നപ്പോൾ പുഞ്ചിരി തൂക്കി കിടക്കുന്ന എൻ്റെ ഈശോയെ, നിന്നെ മനസ്സിൽ ഓർക്കുമ്പോൾ എൻ്റെ സങ്കടങ്ങൾ ഒത്തിരി ചെറുതാട്ടോ. നീ വന്നു പിറന്ന ഈ രാത്രിയിൽ നിന്നെപ്പോലെ ഉറങ്ങാതിരിക്കാനാണ് നിന്റെ ഹിതമെങ്കിൽ അത് നടക്കട്ടെ ഈശോയെ. എന്നെ തനിച്ചാക്കല്ലേ ഈശോയെ, കൂടെ വരണേ. മരിയ പോവാണോ? എന്നാ ഫുഡ് കഴിച്ചിട്ട് പോവാ മരിയ. വേണ്ടടാ,
ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നുണ്ട്, ലേറ്റ് ആവും. ഞാൻ പോട്ടെ നയിച്ചേ. ഓക്കെ. നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹം മാത്രം മതി കേട്ടോ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഞങ്ങൾക്ക് നാളെ മോർണിംഗ് ഡ്യൂട്ടി ആണേ. നീ വരുമ്പോഴേക്കും ഞങ്ങൾ പോകും. ഓക്കെ ബൈ. ഓക്കെ ബൈ. അതെ, ചില മൗനങ്ങൾക്ക് പറയാൻ കഥകൾ ഏറെയുണ്ടാകും. നഷ്ടപ്പെടലിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, പരാജയങ്ങളുടെ, നിസ്സഹായതയുടെ കഥകൾ. ഓർക്കുക, ജീവിതം അങ്ങനെയാണ്. പുൽക്കൂട്ടിലെ ഉണ്ണിയേശു നൽകുന്ന സമാധാനം സ്വീകരിക്കാൻ, നന്മയുടെ നല്ല ദിനങ്ങളെ വരവേൽക്കാൻ നാം ഒരുക്കപ്പെടുകയാണ്. ഞാൻ ഒഴുക്കുന്ന എൻ്റെ നൊമ്പര കണ്ണുനീരുകൾ തമ്പുരാൻ കാണാതെ പോകില്ലെന്ന് പറയാതെ പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ നമുക്ക് വാചാലമാക്കാം. നമ്മുടെ വേദനകൾ അവന് നൽകുമ്പോൾ ആ കൈകൾ നാം അറിയാതെ നമ്മെ താങ്ങിക്കൊള്ളും. ആ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് നമുക്കണയാം. ഈ ക്രിസ്തുമസ് നാളുകൾ ഏവർക്കും പ്രത്യാശയുടെ, സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ കാലങ്ങളായി മാറട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.